ഓർമ്മകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. ചുറ്റും രണ്ട് മൃതദേഹങ്ങൾ മാത്രം. താൻ എവിടെയാണെന്നോ ആരാണെന്നോ അറിയില്ല. പക്ഷെ പതുക്കെ പതുക്കെ അയാൾ മനസ്സിലാക്കാണ് ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും വിധി ഇപ്പോൾ അയാളുടെ കൈകളിലാണ് എന്ന്. ഹലോ മൈ ഡിയർ ബുക്ക് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മാഷൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയും പുസ്തകം ഓർമ്മയില്ലേ? അതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ആരി വേർ എഴുതിയ അടുത്ത കാലത്ത് സയൻസ് ഫിക്ഷൻ ലോകത്തെ പിടിച്ചുകുലിക്കുക പ്രൊജക്ട് ഹെയിൽ മേരി എന്ന കിടലൻ നോവലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2021 ഇറങ്ങിയ ഈ ഒരു പുസ്തകം വെറൊരു സയൻസ് ഫിക്ഷൻ മാത്രമല്ല, സൗഹൃദത്തിന്റെ, അതിജീവനത്തിന്റെ, സയൻസിന്റെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മാന്ത്രിക ലോകമാണ്. റയാൻ ഗോസ്ലിംഗിനെ നായകനാക്കി ആമസോണും സോണിയും ചേർന്ന് ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആവിഷ്കരിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്, ഇതേ പേരിൽ തന്നെ. പക്ഷെ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഒരു പുസ്തകത്തിന്റെ കഥ, എന്തുകൊണ്ടാണ് ഇത് ലോകമെമ്പാടും ഇത്രയധികം ആരാധകർ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് എന്നതൊക്കെയാണ്. കഥ തുടങ്ങുന്നത് ഹെയിൽ മേരി എന്നൊരു ഇൻഡസ്ട്രിയൽ ബഹിരാകാശ പേടകത്തിലാണ്. അവിടെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് ഒരാൾ ഉണരുകയാണ്. അതാണ് നമ്മുടെ നായകനായ ഡോക്ടർ റെയ്ലാൻ ഗ്രേസ്. കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും മരിച്ചു കഴിഞ്ഞു. താൻ ആരാണെന്ന് പോലും ഓർമ്മയില്ലാത്ത ഗ്രേസിന് പതുക്കെ പതുക്കെ ചില ഫ്ലാഷ് ബാക്കിലൂടെ ഓർമ്മകൾ തിരികെ വരികയാണ്. അയാൾ വെറും ഒരു മിഡിൽ സ്കൂൾ സയൻസ് അധ്യാപകനായിരുന്നു. പക്ഷേ അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില ഗവേഷണങ്ങൾ കാരണം ഭൂമിയിലെ ഏറ്റവും വിനാശകരമായ ഒരു പ്രതിസന്ധിയെ പരിഹരിക്കാൻ യുണൈറ്റഡ് നേഷൻ അദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ ഒരു ദൗത്യത്തിലേക്ക് എടുക്കുകയായിരുന്നു. ഭൂമി നേരിടുന്ന പ്രതിസന്ധി ഇതായിരുന്നു. സൂര്യനെ ആസ്ട്രോഫേജ് എന്നൊരു അന്യഗ്രഹ സൂക്ഷ്മജീവി ബാധിച്ചിരിക്കുകയാണ്. ഇവ സൂര്യന്റെ ഊർജ്ജം അമിതമായി വലിച്ചെടുക്കുകയാണ്. ഇത് സഞ്ചരിക്കുന്നത് സൂര്യനും ശുക്രനിടയിലുള്ള ഇൻഫ്രാറെഡ് പ്രകാശം വഴിയാണ്. അതിനെ പെട്രോവ ലൈൻ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ ഫലമായിട്ട് സൂര്യന്റെ പ്രകാശം മങ്ങാൻ തുടങ്ങുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ കണക്ക് പ്രകാരം വെറും 26 വർഷത്തിനുള്ളിൽ ഭൂമിയിൽ കടുത്ത മഞ്ഞകാലവും പട്ടിണിയും വന്ന് ലോക ജനസംഖ്യ പകുതിയാവും. ഒടുവിൽ മനുഷ്യവംശം തന്നെ ഇല്ലാതാവും. ഈ വംശനാശത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി ഭൂമിയിൽ നിന്നും 12 പ്രകാശവർഷ അകലെയുള്ള ടൗ സിറ്റി എന്ന സൗരയൂഥത്തിലേക്ക് പോവുക എന്താണ്. കാരണം ആസ്ട്രോഫേജ് ബാധിക്കാത്ത ഒരേ ഒരു നക്ഷത്രം അതായിരുന്നു. എന്തുകൊണ്ട് ടൗ സിറ്റിക്ക് ഈ ബാധ ഏൽക്കുന്നില്ല എന്ന് കണ്ടെത്തി ആ വിവരങ്ങൾ ഭൂമിയിലേക്ക് അയക്കുക എന്തായിരുന്നു പ്രൊജക്ട് ഹെയിൽ മേരിയുടെ ദൗത്യം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു വൺ വേ മിഷനാണ്. ഈ ഒരു പേടകത്തിൽ യാത്ര ചെയ്യുന്നവർക്കൊന്നും തിരികെ ഭൂമിയിലേക്ക് എത്താൻ എന്നുള്ളത് അസാധ്യമായിരുന്നു. ടൗ സിറ്റിയിലെത്തിയ ഗ്രേസ് അവിടെ തികച്ചും അപ്രതീക്ഷിതമായ ഒന്നിനെ കാണാണ്. മനുഷ്യരുടേതല്ലാത്ത മറ്റൊരു ബഹിരാകാശ പേടകം. ഫോർട്ടി എറിഡാനി എന്ന സൗരയൂഥത്തിൽ നിന്ന് വന്ന ഗ്ലീപ് എ എന്ന പേടകമായിരുന്നത്. അവിടെ വെച്ച് ഗ്രേസ് പ്രപഞ്ചത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ മനോഹരമായ ആ ജീവിയെ കണ്ടുമുട്ടുന്നു. ഒരു നായയുടെ വലുപ്പമുള്ള, കട്ടിയുള്ള, കല്ല് പോലുള്ള ചർമ്മമുള്ള, 5 കാലുകളുള്ള ഒരു ചിലന്തി രൂപം. ഗ്രേസ് അവന് റോക്കി എന്ന് പേരിട്ടു. റോക്കിയുടെ ഗ്രഹത്തെയും ഈ ഒരു ആസ്ട്രോഫേജ് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വന്തം വംശത്തെ രക്ഷിക്കാൻ റോക്കിയും കൂട്ടരും ഇറങ്ങി തിരിച്ചതായിരുന്നു. എന്നാൽ ഒടുവിൽ റോക്കി മാത്രം അവശേഷിക്കുകയാണ്. എവിടെയാണ് എഴുത്തുകാരന്റെ മാജിക് നമ്മൾ കാണുന്നത്? 2 വ്യത്യസ്ത പ്രപഞ്ച ജീവികൾ തമ്മിൽ എങ്ങനെ ആശയവിനിമയം നടത്തും? റോക്കിക്കാണെങ്കിൽ കണ്ണുകളില്ല. അവ സോണാർ ശബ്ദങ്ങൾ വഴിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതറിഞ്ഞ ഗ്രേസ് ഒരു ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി റോക്കിയുടെ സംഗീതം പോലുള്ള ശബ്ദത്തെ ഇംഗ്ലീഷിലേക്ക് മാറ്റാണ്. അങ്ങനെ അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. മനുഷ്യർക്കില്ലാത്ത പല അത്ഭുത സാങ്കേതിക വിദ്യകളും റോക്കിക്കുണ്ട്. ശരിക്കും ഈ ഒരു പുസ്തകത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് ഗ്രേസും റോക്കിയും തമ്മിലുള്ള ആത്മബന്ധമാണ്. 2 വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്ന് വരുന്നവർ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുന്നതും അവരുടെ ഉള്ള ഹ്യൂമറും വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒടുവിൽ ഇവർ രണ്ടുപേരും ചേർന്ന് ആ രഹസ്യം കണ്ടെത്താണ്. ആസ്ട്രോഫേജുകളെ തിന്ന് ജീവിക്കുന്ന ടൗമീബ എന്നൊരു പ്രൊഡേറ്റ ഈ ടൗ സെറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ സൂര്യൻ സുരക്ഷിതനായിരിക്കുന്നത്. ഈ ടൗമീബകളെ സ്വന്തം നാട്ടിലെത്തിച്ചാൽ സൂര്യനെയും റോക്കിയുടെ നക്ഷത്രത്തെയും രക്ഷിക്കാനാകും. പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ഇതിനിടയിൽ ഇവർ വളർത്തിയെടുത്ത ടൗമീബകൾക്ക് ഒരു ജനിതക മാറ്റം സംഭവിക്കുകയും അവ സെനോനൈറ്റ് ടാങ്കുകളെ തുളച്ച് പുറത്തെടുക്കുകയും ചെയ്യാണ്. ഇതറിഞ്ഞ് ഗ്രേസ് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം റോക്കിയുടെ പേടകം നിർമ്മിച്ചിട്ടുള്ളത് സെനനൈറ്റ് കൊണ്ടാണ്. ഇവിടെ ഗ്രേസിന് മുമ്പിൽ 2 ഓപ്ഷൻ വരാണ്. തന്റെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരികെ പോരാം, അതല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ഇന്ധനമില്ലാതെ ബഹിരാകാശത്ത് മരിക്കാൻ പോകുന്ന തന്റെ സുഹൃത്ത് റോക്കിയെ രക്ഷിക്കാൻ പോകാം. അങ്ങനെ ഒടുവിൽ ഗ്രേസ് ആ ഒരു തീരുമാനം എടുക്കാണ്. താൻ തിരികെ ഭൂമിയിലേക്ക് പോകുന്നില്ല, പകരം ഭൂമിയിലേക്ക് വിവരങ്ങൾ അടങ്ങിയ പ്രോബുകളെ അയച്ച് അവൻ റോക്കിയെ രക്ഷിക്കാനായിട്ട് പോവാണ്. സ്വന്തം ജീവനേക്കാൾ അയാൾ ആ സൗഹൃദത്തിന് വില നൽകുന്നു. കഥയുടെ അവസാനം വളരെ മനോഹരമാണ്. വർഷങ്ങൾക്ക് ശേഷം ഗ്രേസ് റോക്കിയുടെ ഗ്രഹമായ റെഡിൽ സന്തുഷ്ടനായിട്ട് ജീവിക്കുന്നു. അവിടുത്തെ കുട്ടികൾക്ക് സയൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ വെച്ച് ഗ്രേസ് തിരിച്ചറിയാണ് ഭൂമിയിലേക്ക് താനയച്ച പ്രോബുകളൊക്കെ കൃത്യമായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഭൂമിയും സൂര്യനൊക്കെ ഇപ്പൊ സേഫ് ആണെന്നുള്ളതും. ഈ ഒരു പുസ്തകം നമുക്ക് നൽകുന്ന ഫീല് ചെറുതല്ല. ഇതിലെ സയൻസ് വളരെ കൃത്യമാണ്. ഫിസിക്സും കെമിസ്ട്രിയും ബഹിരാകാശ ശാസ്ത്രമൊക്കെ അത്രയും മനോഹരമായാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലുപരി സർവൈവൽ, സാക്രിഫൈസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്
ഇതാണ് ഈ ഒരു നോവലിനെ മാസ്റ്റർ പീസ് ആക്കുന്നത്. നിങ്ങൾ നല്ലൊരു സയൻസ് ഫിക്ഷൻ പുസ്തകം നോക്കി നടക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ച ത്രില്ലർ പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രൊജക്ട് ഹെയിൽ മേരി ഒട്ടും മിസ് ചെയ്യരുത്. നിങ്ങളിൽ ആരൊക്കെ ഈ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ലൊരു പുസ്തകമായിട്ട് കാണുന്നതുവരെയും ബൈ.